ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി നൽകിയത്. US താരിഫ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ വറീസ്, അതുകൂടാതെ Q3 ഏർണിങ്സ് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ആശങ്ക, അത് കാരണം ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസ് ആയത്, അതുപോലെ ഫോറിൻ ഫണ്ട് ഫ്ലോ അത് കണ്ടിന്യൂസ് ആയി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഡൗൺ ആക്കാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ Nifty 50-യും Nifty നെക്സ്റ്റ് 50-യും മിഡ് ക്യാപ്പ് ഇൻഡെക്സും എല്ലാം 2% കൂടുതൽ താഴോട്ടേക്ക് പോയിരുന്നു. അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും നോക്കുകയാണെങ്കിൽ 3% കൂടുതലാണ് അതിൻ്റെ ഫോള്. അതുപോലെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തത്. അതിൽ മേജർ ആയിട്ടുള്ള ഫോള് കാണുന്നുള്ളത് നിഫ്റ്റി എനർജി, നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി PSE, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓട്ടോ, CPSE, ഇതൊക്കെ 2% കൂടുതലുള്ള ഒരു ഫോൾ നടക്കുകയുണ്ടായി. കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് നിഫ്റ്റി IT-യും നിഫ്റ്റി ഫാർമയും മാത്രമാണ്. ഇപ്പം നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന Q3 ഏർണിങ്സിൽ ഹെവി വെയിറ്റ് കമ്പനികളുടെ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് Q3 ഏർണിങ്സുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് TCS, HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര പോലെയുള്ള ലീഡിംഗ് IT കമ്പനികൾ, ഇവർ നിഫ്റ്റിയിലെ ഏകദേശം 13% ടോട്ടൽ വെയിറ്റേജ് ഈ കമ്പനികൾക്ക് മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ നൽകുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും. പ്രത്യേകിച്ച് IT കമ്പനികളുടെ റിസൾട്ടുകൾ, അതിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന കമൻട്രി, അത് വളരെ ക്രിറ്റിക്കലാണ്. അത് ബ്രോഡർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന രീതിയിലായിരിക്കും. അതുകൂടാതെ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ ഡയറക്ഷൻ നൽകാൻ പോകുന്ന IT കമ്പനികളല്ലാത്ത കമ്പനികളുടെ റിസൾട്ടും വരുന്നുണ്ട്. അതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ HDFC ബാങ്ക്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെയൊക്കെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിൽ മേജർ വെയിറ്റ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും, കൂടാതെ റിലയൻസിൻ്റെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള അവരുടെ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്, സ്പെഷ്യലി എനർജി, റീറ്റെയിൽ, ടെലികോം, ഈ രംഗത്തൊക്കെയുള്ള ഒരു ഡയറക്ഷൻ നൽകാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടായിരിക്കും റിലയൻസിൻ്റേത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാൻ പോകുന്നത്, അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, കൂടാതെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും, അതുപോലെ ട്രേഡ് ബാലൻസ് അതിൻ്റെ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ, അതേപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുമായി ബന്ധപ്പെട്ട ഡാറ്റ. ഈ ഡാറ്റകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമി എത്രമാത്രം പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അതല്ല അവിടെ വീക്ക്നെസ് ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വീക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട് US സുപ്രീം കോർട്ട് ജനുവരി 14 അവർ റിവൈസ്ഡ് ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ വേർഡിക്റ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനുവരി 9 എല്ലാവരും പ്രതീക്ഷ ആ ഒരു താരിഫുമായി ബന്ധപ്പെട്ട കോടതി വിധി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. കോടതി അത് ജനുവരി 14 നീട്ടിവെക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ട്രംപ് ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ലോയേഴ്സ് ഒക്കെ വാദിച്ചിട്ടുള്ളത്, ഈ താരിഫുമായി ബന്ധപ്പെട്ട ഇത് പിൻവലിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ എക്കണോമിക്ക് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്നൊക്കെ രീതിയിലാണ് വാദിച്ചിട്ടുള്ളത്. ഏതായാലും ജനുവരി 14 വരാൻ പോകുന്ന ഈ ഒരു ഫൈനൽ വേർഡിക്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗ്ലോബൽ മാർക്കറ്റിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കാം. ഇത് കൂടാതെയാണ് 500% താരിഫുമായി ബന്ധപ്പെട്ട് US സെനറ്റിലും മറ്റ് പാർലമെൻറ്റ് ഹൗസുകളിലുമൊക്കെ ഇതിൻ്റെ അപ്രൂവൽ നേടാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ. അപ്പോൾ അത് വിജയിക്കുകയാണെങ്കിലും അതും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇത് നമ്മൾ മെറ്റൽ പ്രൈസിലേക്ക് വന്ന് നമുക്കറിയാം, ഗോൾഡ് പ്രൈസും സിൽവർ പ്രൈസും അതിൻ്റെ പീക്ക് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US-ൻ്റെ പേറോൾ ഡാറ്റ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വീക്കായിട്ട് വന്നതുകൊണ്ടും, അതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വം കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നതുകൊണ്ടും ഗോൾഡിലും സിൽവറിലും രണ്ടാമതും ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിയും, ഗോൾഡിൻ്റെ സ്പോട്ട് പ്രൈസ് $4,496 ഉയർന്നിരുന്നു. 0.5% അത് ഉയർന്നിട്ടുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ച 3.9% ഒരു ഗെയിനാണ് ഗോൾഡ് പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി സിൽവർ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ $79.56 3.5% ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ മൊത്തത്തിലുള്ള ഉയർച്ച നോക്കുകയാണെങ്കിൽ 9.7% ആണ്. അതേപോലെ തന്നെ പ്ലാറ്റിനം, പലേഡിയം പോലെയുള്ള മെറ്റലുകളിലും ഈ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്.
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ ഗോൾഡിനെയും സിൽവറിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ETF നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ബീസ് അത് കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ 1.29% അപ്പായിരുന്നു. സിൽവർ ബേസ് 3.16% അപ്പായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് സേഫ് ഹെവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ലാസ്റ്റ് വീക്ക് നമുക്കറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് അത് വളരെ സിവിയർ ആയിരുന്നു. 2025 അവരുടെ റെക്കോർഡ് സെല്ലിങ്ങിന് ശേഷം ഏകദേശം 1,66,286 കോടിയുടെ ഒരു ഔട്ട്ഫ്ലോ ആണ് 2025 ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 2026 പുതുവർഷം പിറന്ന് ഈ ജനുവരി മാസം മാത്രം അവർ 11,789 കോടിയുടെ സെല്ലിംഗ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ജനുവരിയിലെ മൊത്തത്തിലുണ്ടായ 7 ട്രേഡിംഗ് സെഷനിൽ 5 പ്രാവശ്യവും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ രീതിയിലുള്ള കണ്ടിന്യൂസ് സെല്ലിംഗ് കാരണം നമുക്കറിയാം ഇന്ത്യൻ രൂപി കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ കഴിഞ്ഞ വർഷം 5% വീഴ്ചയാണ് റുപ്പിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ റുപ്പിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആവറേജ് 90 എബോവിലാണ് നിൽക്കുന്നത്. അപ്പോൾ RBI പല വിധത്തിലുള്ള എഫേർട്ടുകൾ എടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണാത്ത രീതിയിലാണ് 90 എബോവിൽ തന്നെ ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ 90.2 എന്ന ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ലീഡിംഗ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിട്ടുള്ള UBSൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും 94 എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യൻ റുപ്പി എത്തുമെന്നാണ് അവരുടെ പ്രവചനം. ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഒരു റുപ്പി ഡീവാല്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ഡീല് എത്ര ഡിലേ ആകുന്നോ അത്രമാത്രം ഈ വാല്യൂഷൻ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നിൽക്കുന്ന ആ ഒരു ലെവല് അവിടെ നിന്നും ഇനി 25,600 വരികയാണെങ്കിൽ അത് മാർക്കറ്റ് കൂടുതൽ വീക്കാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 100-day മൂവിങ് ആവറേജിൻ്റെ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 25,500, 400 ലെവലിലേക്ക് നിഫ്റ്റി താഴോട്ടേക്ക് പോയേക്കാം. എന്നാൽ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലാണ് നിഫ്റ്റി ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ ബൗൺസ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഏതൊരു റിക്കവറി ഉണ്ടായിക്കഴിഞ്ഞാലും അത് 20-day മൂവിങ് ആവറേജ് ആയിട്ടുള്ള 26,000 ആ ഒരു ലെവലിൽ നിന്ന് തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ മുന്നേറ്റം. കൂടാതെ 26,200 ആ ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു അപ്വേർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാനും കഴിയില്ല. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 25,500 എന്ന ലെവലിലാണ്. അതുപോലെ 25,600, 25,700 കൂടുതലായിട്ട് ആഡ് ചെയ്യപ്പെട്ട പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളാണ്. കോൾ സൈഡിൽ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 അപ്പോൾ 26,000, 25,500 ഈ ഒരു റേഞ്ചാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരത് കോക്കിംഗ് കോളിൻ്റെ IPO ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോൾ അത് വരുന്ന 13-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. നിലവിൽ വമ്പിച്ച റെസ്പോൺസാണ് ഈ ഒരു IPOയിൽ കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം അവിടെ വേറെ IPOകളൊന്നും ഇല്ല. രണ്ടാമത് ഇത് വളരെ ചീപ്പ് പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇത് കോൾ ഇന്ത്യയുടെ ഒരു സബ്സിഡിയറി എന്നുള്ള രീതിയിലുള്ള ഒരു ഗവൺമെൻറ് കമ്പനി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിവിലേജും ഇത് നേടുന്നുണ്ട്. കൂടാതെ ഒരു മൊണോപ്പൊളി ബിസിനസ്സിലാണ് ഇതുള്ളത് എന്നുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പല വിധത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ BCCLൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വമ്പിച്ച ഉയർച്ചയിലാണ്. 45% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം സൂചിപ്പിക്കുന്നത്. മറ്റൊരു IPO മാർക്കറ്റ് നമ്മൾ കാണും അമാഗി മീഡിയ ലാബ്സിൻ്റെ IPO ആണ്. ഇത് ജനുവരി 13 ഓപ്പൺ ആയിട്ട് 16 അവസാനിക്കാൻ പോകുന്നത്. 1,758 കോടിയുടെ ഒരു IPO ആണ്. കുറച്ചുകൂടി വലിയൊരു IPO ആണ്. എന്നാൽ ഈ IPOയിൽ ഫ്രഷ് ഇഷ്യൂ 816 മാത്രമേ ഉള്ളൂ. 972 കോടിയുടെ ഓഫർ ഫോർ സെയിലാണ്. 343, 361 എന്നുള്ളൊരു പ്രൈസ് ബാൻഡിലാണ് ഈ ഒരു IPO വരുന്നത്. അപ്പോൾ അമാഗി മീഡിയ ലാബ്സ് എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ്, അത് TV ടെക്നോളജിയിലും അതുപോലെ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ, പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ട്രഡീഷണൽ TV ആൻഡ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇവിടെയൊക്കെ ഉള്ള സപ്പോർട്ട് സർവീസ് നൽകുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനിയാണിത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പ്രസീവ് അല്ല എന്ന് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത പീരീഡിൽ തന്നെ കഴിഞ്ഞ 3 ക്വാർട്ടറുകളിൽ ഇത് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്വാർട്ടർ മാത്രമാണ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെയധികം കുറവാണെന്ന് കാണാം. 15%-ലൊക്കെയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഇമ്പ്രസീവായിട്ടുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ ഒരു സ്റ്റോക്കായിട്ട് ഇത് കാണാൻ കഴിയില്ല. എന്നാൽ ലിസ്റ്റിംഗ് ഗെയിൻ്റെ നേരിയ സാധ്യത ഒരു 10% താഴെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് ചിലപ്പോൾ നേടിയേക്കാം. കാരണം അവിടെ മറ്റ് IPOകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ മാത്രമേ ഈ ഒരു IPO നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഈ കമ്പനിയുടെ ഒരു പ്ലസ് പോയിന്റ് കാണുന്നത് ഇതിന്
വലിയ കടബാധ്യതകളില്ല, പക്ഷേ റിസർവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ നെഗറ്റീവ് പിയിലാണ് ഈ ഒരു IPO നമ്മൾ കാണുന്നത്. അപ്പോൾ നേരിയ ഒരു ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രം അപ്ലൈ ആവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ മാർക്കറ്റിൽ ടെക്നിക്കലായിട്ട് നല്ല ലെവലിൽ നിൽക്കുന്ന ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇപ്ക ലബോറട്ടറീസ് ആണ്. ഇത് 1520 1550 ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസിൽ ആ റെസിസ്റ്റൻസ് സോണ് ഇത് ടച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 1575 1565 ആ ലെവൽ ഒരു ബൈങ് സോണായിട്ട് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഒരു 1520 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അപ്പോൾ 1680 എന്ന ലെവലിലേക്ക് ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഇത് 83 87 എന്ന ലെവലിലാണ് അതിൻ്റെ ഒരു കൺസോളിഡേഷൻ ഫേസിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് 20-day മൂവിങ് ആവറേജിന് അബോവ് ആയിട്ട് ഒരു കംഫർട്ടബിൾ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ RSI സൂചിപ്പിക്കുന്നതും ഒരു മൊമെൻറ്റം ക്രോസ് ഓവറാണ്. അപ്പോൾ അവിടെ ഒരു ബൈങ് ഓൺ ഡിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 86 84 റേഞ്ചിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു 82 എന്ന ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 90 എന്നുള്ള ടാർഗറ്റ് ഈ സ്റ്റോക്ക് നമുക്ക് ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് SKM എഗ് പ്രൊഡക്ട്സിൻ്റെതാണ്. അവിടെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് അവർ മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ്. അതേപോലെ ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും ബോണസ് ഇഷ്യൂ പ്രഖ്യാപിക്കുന്നത് ഈ ജനുവരി 13 അന്നാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതേപോലെ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റും ജനുവരി 14 അതുപോലെ അജ്മീറ റിയാലിറ്റി ഇൻഫ്ര എന്ന സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റും ഈ ജനുവരി 15 ഫൈനലായിട്ട് ബെസ്റ്റ് അഗ്രോ ലൈഫിൻ്റെ ബോണസ് ഇഷ്യൂ ജനുവരി 16 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.